ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിലോപ്പിയ മീൻ വെച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് മീൻ വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ചെളിയുടെ അംശങ്ങളൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേണം വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ. അതിനുശേഷം അതിന് അരപ്പ് തയ്യാറാക്കണം. അതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ ഫിഷായിട്ട് എടുത്ത് നമുക്കതിനെ നല്ലവണ്ണം പൂശി അരപ്പ് പിടിക്കത്തക്ക വിധം അതിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെയും നല്ല വൃത്തിയായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതായ അരപ്പ് തടവി കൊടുക്കണം. നല്ല തേച്ച് പിടിച്ചതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഫിഷ് ഫ്രൈ നമുക്ക് തയ്യാറാക്കാൻ തക്ക രീതിയിൽ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അതിനെ നല്ലതായിട്ട് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കുക. അടുത്ത് ഒരു ദോശക്കല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഫിഷ് ഫ്രൈ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഈ ഫിഷിനെ എടുത്ത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫിഷാണ്. കാരണം ഈ ഫിഷ് ഈ സിലോപ്പിയ മീനൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ചൂടിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫിഷുകൾ കഴിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കറി വെച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിരിക്കും. കറി വെച്ച് കഴിച്ചാൽ അതിൻ്റെ ചെളിയുടെ അംശങ്ങളൊക്കെ കാണും, അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കണമെന്ന് പറയുന്നത്. ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അത് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് വീഡിയോകൾ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോവുകയാണ്. പുതുതായിട്ട് കാണുന്നവരൊക്കെയും പഴയ വീഡിയോസൊക്കെ കാണണം. പഴയ വീഡിയോസൊക്കെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിലെങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതായ ടിപ്സൊക്കെ കിട്ടുകയുള്ളൂ. എല്ലാവരും വീഡിയോകൾ കാണുക. ഫിഷ് ഫ്രൈ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ടാണ് ഏറ്റവും ആവശ്യം. വീഡിയോകൾ കണ്ടിട്ട് മാത്രം പോകരുത്. എല്ലാവരും വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ വീഡിയോസുകളും നിങ്ങൾ കാണുക. ഓക്കെ, ബൈ.